പാലായിലെ ആശുപത്രി കിണറിൽ നിന്നുള്ള വെള്ളം കുടിച്ചവർക്ക് മഞ്ഞപ്പിത്ത ബാധ. രോഗബാധയെ തുടർന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണവും ആശങ്ക ഇരട്ടിയാക്കി. രണ്ടാഴ്ചക്കിടെ 24 പേർക്കാണ് രോഗബാധയുണ്ടായത്. രോഗം പടർത്തിയ ചക്കാമ്പുഴ എസ് ആശുപത്രി ആരോഗ്യവകുപ്പ് അടച്ചുപൂട്ടി. രാമപുരത്ത് 6 പേർക്കും കരൂരിൽ 18 പേർക്കും ഇതുവരെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. രണ്ടാഴ്ച മുമ്പ് നടന്ന പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ചക്കാമ്പുഴയിലെ എസ് ആശുപത്രിയിൽ ശീതളപാനീയം വിതരണം ചെയ്തിരുന്നു. മഞ്ഞപ്പിത്തം പടർന്നത് ശീതളപാനീയം ഉണ്ടാക്കിയ ആശുപത്രിയിലെ കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായി. ശുചിമുറി മാലിന്യ പൈപ്പ് പൊട്ടി വെള്ളത്തിൽ കലർന്ന് രോഗബാധയ്ക്ക് ഇടയാക്കി. കോളിഫോം ഈക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യവും വെള്ളത്തിൽ കണ്ടെത്തി. രാമപുരം പഞ്ചായത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗം ചേർന്നു. വ്യാപാരി വ്യവസായികളെയും അതുപോലെ കുടിവെള്ള പദ്ധതിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും ആൾക്കാരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി നമ്മളൊരു പ്രത്യേക മീറ്റിംഗ് ഇന്ന് ഇവിടെ ചേരുകയുണ്ടായി. അതിൽ എല്ലാ നിർദ്ദേശങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളിവിടെ ചർച്ച ചെയ്തു. കരൂർ പഞ്ചായത്തിലും പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചു. ഓരോ ദിവസവും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. രോഗത്തിന്റെ വ്യാപനം കുറയ്ക്കാനുള്ള എല്ലാ നടപടിയും നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ. ജനനിധിയിലെ വെള്ളം പരിശോധിക്കാനായിട്ട്, അതുപോലെ തന്നെ സ്കൂളുകളിലെ കിണറിലെ വെള്ളം പരിശോധിക്കാനായിട്ട് എനിക്കുള്ള നിർദ്ദേശം നമ്മൾ എല്ലാ മേഖലകളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പിത്തം പിടിപെട്ട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച ചക്കാമ്പൂർ സ്വദേശി സെബിൻ ടോമിയുടെ മരണം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി. പാലാ സെന്റ് തോമസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സെബിൻ. ഇന്നലെ വൈകിട്ട് 4-ന് ചക്കാമ്പുഴ പള്ളിയിൽ സംസ്കാരം നടത്തി. 45 ദിവസം വരെ രോഗവ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മെഡിക്കൽ ക്യാമ്പ്, ഭവന സന്ദർശനം, കിണർ ശുചീകരണം എന്നിങ്ങനെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയെന്നും DMO വ്യക്തമാക്കി. മീഡിയ വൺ, കോട്ടയം. ജോസി ബാബു വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് രോഗബാധയെ തുടർന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്ത് നടപടികളിലേക്കാണ് ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നത്? അമൃത, ഏറെ ആശങ്ക ഉളവാക്കുന്നതാണ് ചക്കാമ്പുഴയിലെ സാഹചര്യം. കരൂർ, അതോടൊപ്പം രാമപുരം പഞ്ചായത്തുകളിലായി 24 പേർക്കാണ് ഇതുവരെ മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചത്. ഇതിനിടെയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥി രോഗം ബാധിച്ച് മരണപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവിടെ നടന്ന പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ചക്കാമ്പുഴയിലെ എസ് ആശുപത്രിയിൽ ശീതളപാനീയം വിതരണം ചെയ്തിരുന്നു. സതുദ്ദേശപരമായാണ് ശീതളപാനീയം അതിൽ പങ്കെടുത്ത ആളുകൾക്ക് കൊടുത്തത്. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഏറ്റവും ഗൗരവതരത്തിലുള്ള കണ്ടെത്തൽ ആരോഗ്യവകുപ്പ് നടത്തിയത്. ഈ ആശുപത്രി കിണറ്റിലേക്ക് സെപ്റ്റി ടാങ്ക് മാലിന്യം ഒഴുകിയെത്തുകയും അത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന ഈക്കോളി, കോളിഫോം ബാക്ടീരിയകൾ ഉൾപ്പെടുന്ന വെള്ളം കലർന്ന ഈ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ലായനി കുടിച്ചതാണ് ഇത്തരത്തിൽ രോഗബാധ ഉണ്ടാകാൻ കാരണമെന്നുള്ള കണ്ടെത്തലിലേക്ക് ആരോഗ്യവകുപ്പ് എത്തി. ഇതേ തുടർന്ന് ഈ ആശുപത്രി ഇപ്പോൾ പൂട്ടിച്ചിരിക്കുകയാണ്. ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. സമീപ പഞ്ചായത്തുകളിലുമൊക്കെയും രോഗവ്യാപനം ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് കരൂർ പഞ്ചായത്ത് അധികൃതരും അതോടൊപ്പം തന്നെ രാമപുരം പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കുന്നത്. ഇരുകൂട്ടരും പ്രത്യേക യോഗങ്ങൾ ചേർന്നു. ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക യോഗങ്ങൾ ചേർന്നു. അതോടൊപ്പം തന്നെ സമാന്തരമായി ഭവന സന്ദർശനം, ക്ലോറിനേഷൻ, കിണർ ശുചീകരണം അടക്കമുള്ള നടപടികളും നടത്തുന്നുണ്ട്. എന്തായാലും 45 ദിവസം വരെ രോഗവ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ അതുവരെ ജാഗ്രതാ നിർദ്ദേശം കർശനമാണ് എന്ന് DMO വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ത്വരിതഗതിയിൽ നടത്തുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. ഓരോ ദിവസം കൂടുമ്പോഴും പുതിയ പുതിയ കേസുകൾ ഉണ്ടാവുന്നതാണ് ചക്കാമ്പുഴയിൽ ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നത്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തുന്നുണ്ട് എന്ന് ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അമൃത, കോട്ടയത്ത് നിന്ന് ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.